വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം മുന്തിരിക്കൊത്താണ്. ഈ വീഡിയോ കാണുന്നതിൽ 99% ആൾക്കാരും കണ്ടിട്ടോ കേട്ടിട്ടോ കഴിച്ചിട്ടോ ഇല്ലാത്തൊരു ഐറ്റമാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. ഒരു ചീനിച്ചട്ടി എടുത്ത് ആദ്യം ചെറുപയർ പരിപ്പ് വറുക്കുക. നാടൻ ശർക്കര കുറച്ച് വെള്ളവും ചേർത്ത് ഉരുക്കാൻ വെക്കുക. മൊത്തം 1 കിലോ ചെറുപയർ പരിപ്പാണ് നമുക്ക് വേണ്ടത്. 2 പ്രാവശ്യം 1/2 കിലോ വീതം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി നന്നായി തിളച്ചു കഴിയുമ്പോൾ അത് ഇറക്കി വാങ്ങി വെക്കുക. ചെറുപയർ പരിപ്പ് ഇളം ബ്രൗൺ നിറമാകുമ്പോൾ അത് വാങ്ങി ഒരു പേപ്പറിലേക്ക് ഇടുക. പേപ്പറിലേക്ക് ഇട്ട ചെറുപയർ പരിപ്പ് ഒന്ന് നന്നായി ഇളക്കിയിടുക. $750 ഗ്രാം പച്ചരി കുതിർത്ത് നേരത്തെ അരച്ച് മാറ്റി വെക്കുക. 3 തേങ്ങ ചിരകി വെക്കുക. നേരത്തെ ഉരുക്കിയ ശർക്കരപ്പാനി നന്നായി അരിച്ചെടുത്ത് മാറ്റി വെക്കുക. 1/2 കിലോ കുത്തരി വറുത്ത് പൊടിച്ചു വെക്കുക. വേണ്ട സാധനങ്ങൾ എല്ലാം തന്നെയായി. എന്നാൽ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നമുക്ക്? ആദ്യം തന്നെ ഒരു ഉരുളി എടുത്ത് ഗ്യാസിൽ ചൂടാക്കാൻ വെക്കുക. ഉരുളി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. അതിനുശേഷം ശർക്കര പാനിയിലേക്ക് കുറേശ്ശെയായി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുത്ത് ഇളക്കുക. മുഴുവൻ തേങ്ങയും ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇളം തീയിൽ വെച്ച് ഇളക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമയം മാറും. വെള്ളമയം ഏകദേശം മാറിയതിനു ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിട്ട് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് വറുത്ത് പൊടിച്ച കുത്തരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അവസാനമായി ഇതിലേക്ക് 3 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ തട്ടി പൊത്തി വയ്ക്കുക. ഉരുളി വാങ്ങിയതിന് ശേഷം ഇളം ചൂടിൽ തന്നെ കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളായി ഒരു മുറത്തിലേക്ക് വെക്കുക.
പെട്ടെന്ന് തന്നെ ഉരുളകളാക്കണം. കാരണം ചൂട് പോയാൽ ഉരുളകളാക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം ഉരുളകളാക്കിയതിന് ശേഷം ഒന്നുകൂടെ എല്ലാം ഉരുട്ടി ഷേപ്പ് വരുത്തണം. എങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കും, കാണാനും നല്ല ഭംഗിയുണ്ടാകും. നേരത്തെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മാവ് ഒരു ചെറു പാത്രത്തിലേക്ക് എടുക്കുക. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ പരിപാടിയായ വറക്കൽ തുടങ്ങാം. അതിനായി ഒരു ചീനിച്ചട്ടി എടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. എണ്ണ ചൂടായി എന്ന് ഉറപ്പുവരുത്താൻ 1-2 തുള്ളി മാവ് ഒഴിച്ചു നോക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായി അരിമാവിൽ മുക്കി നമുക്ക് വറുത്തെടുക്കാം. അടുത്ത റൗണ്ട് വറുക്കുന്നതിന് മുമ്പ് മാവ് നന്നായി ഒന്ന് ഇളക്കുക. വറുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 6-7 എണ്ണത്തിൽ കൂടുതൽ ഒരു സമയത്ത് വറക്കരുത്. വറുത്താൽ എല്ലാം കൂടി ഒറ്റക്കട്ടയായി ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നീട് വിടിയിക്കുമ്പോൾ സൈഡൊക്കെ പൊട്ടി നമ്മുടെ മുന്തിരിക്കൊത്തിന് ഒരു ഷേപ്പ് കാണൂല. അങ്ങനെ നമ്മുടെ മുന്തിരിക്കൊത്ത് എല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം.